ആ എരുമേലി സാർ പറഞ്ഞ ശരിയാ, അവൻ മുങ്ങിയതാ. അവന് ഈ ആദിവാസി ആന്ത്രപ്പോളജി എന്നൊക്കെ പറഞ്ഞ പണ്ടേ കലിപ്പ. എന്നാ പിന്നെ അവൻ ആരോടെങ്കിലും പറഞ്ഞിട്ട് മുങ്ങിയ പോരെ? ചിലപ്പോ നമ്മൾ ആരെങ്കിലും പ്രൊഫസറോട് പറഞ്ഞാലോ എന്ന് കരുതിയാവും. ഏതായാലും അവൻ നേരം വെളുത്തിട്ടേ പോയിട്ടുള്ളൂ. അത് നിനക്കെങ്ങനെ അറിയാം? അത് ഞാൻ രാത്രി മൂത്രം അല്ല, ഞാൻ രാത്രി മൂത്രം ഒഴിക്കാൻ എണീറ്റപ്പോ അവൻ അവിടെ ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോ അവനില്ല. അപ്പോ ഇന്നലെ രാത്രി ഗോപൻ കൊട്ടാരത്തിലുണ്ടായിരുന്നു. കാലത്ത് നേരത്തെ എണീറ്റായിരിക്കും ആശ മുങ്ങിയത്. നമ്മളിപ്പോ അവന്റെ വീട്ടിൽ വിളിച്ചിട്ട് എന്താ ചോദിക്കുക? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. അവന്റെ പപ്പ അബ്കാരിയാ. ഇനിയിപ്പോ അവനെ കാണാനില്ലെന്ന് വല്ലതും പറഞ്ഞാൽ ഗുണ്ടകളുമായിട്ട് പിങ്ങത്തും. എന്റെ ഈശ്വരാ, നമുക്കൊരു കാര്യം ചെയ്യാം. ടൗണിൽ വന്നപ്പോ വീട്ടിലെ വിശേഷങ്ങൾ വിളിച്ചു ചോദിക്കാൻ ഗോപൻ ഏർപ്പാട് ചെയ്താണെന്ന് വെച്ചാൽ കാശിയാലോ? അത് കറക്റ്റാ. ഇനിയിപ്പോ വേഗം നടക്കാൻ നോക്ക്. ഗോപാലെങ്ങാനും പോയാ പിന്നെ കടത്തിന്റെ കാര്യം കണക്കാ. അതെ, നീ ഇന്നലെ രാത്രി എവിടെ പോയെന്ന് പറഞ്ഞു? എടാ, നിന്നോട് ഞാൻ പറഞ്ഞത് ആ കാര്യം നീ മിണ്ടരുത്. വിജയ്, വാ വാ വാ, എനിക്ക് വാ. പിടിക്കും, പതുക്കെ പതുക്കെ. എനിക്ക് എനിക്ക് പിടിക്കട്ടെ. അയ്യോ, കാല്. ആദിവാസികൾ വെച്ച കണിയാ. ചോര വരുന്നുണ്ടല്ലോടാ. വല്ലാതെ വേദന ഉണ്ടോടാ? ചോര നിൽക്കണില്ലല്ലോ. വിജയ്, നീ കാല് നേരെ വെക്കേ. പിടിക്ക് പതുക്കെ. മെല്ലെ. ഡാ ഹരി, ഈ മുറിയും വെച്ചോണ്ട് വിജയ് അങ്ങോട്ട് വരണ്ട. നീ ഒരു കാര്യം ചെയ്യ്, ഇവനെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങ. ഞാൻ പോയി ഫോൺ ചെയ്തിട്ട് വേഗം അങ്ങ് എത്തിക്കോളാം. നീ ഒറ്റയ്ക്ക് പോണ്ട. അതൊന്നും സാരമില്ലടാ. നീ അത്യാവശ്യമായിട്ട് ഇവന്റെ മുറിവ് ഡ്രസ്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്ക്. ഷോ, ബ്ലഡ് കണ്ടിട്ട് എനിക്കൊരുമാതിരി തല ഇറങ്ങുന്നു. പോ ചെല്ലേ. സൂക്ഷിച്ച് പോണേ. പിടിച്ചു. എന്നാലും അനൂപിനെ ഒറ്റയ്ക്ക് അയക്കേണ്ടിയിരുന്നില്ല. പിന്നെ അവനെന്താ കൊച്ചുകുട്ടിയല്ലേ? സ്റ്റിച്ച് ഇടാനുള്ള മുറിവുണ്ട്. താനൊന്ന് ചുമ്മാതിരിക്കെ, വെറുതെ ഓരോന്ന് പറഞ്ഞവനെ. ഈ എരുമേലി സാറിന്റെ ബാഗിൽ നിന്ന് പെയിൻ കില്ലർ എടുക്കാൻ പോയി ഹരിയും കണ്ടില്ലല്ലോ. ഇനി സാധനം കഴിഞ്ഞപ്പം സാറിന്റെ അടുത്ത് വിഴിയും കാണുമോ? എന്താ അന്യൊരു മൂഡ് ഔട്ട്? എങ്ങനെ മൂഡ് ഔട്ട് ആകാതിരിക്കും? മുംതാസ് ഇവിടെ ഒറ്റയ്ക്ക്, ഷാജഹാൻ പുഴ കടന്ന് അക്കരെ. ഈ ലവ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെയാ അല്ലേ അനു? ഞാൻ റൂമിലേക്ക് പോവാ. അവിടെ കാതറീനും ടീച്ചറും ഒക്കെ കാർഡ്സ് കളിക്കുക. വിട്ടോ വിട്ടോ, ചമ്മല് ചമ്മല്. ആ പിന്നെ എന്റെ കാര്യം ആ പ്രൊഫസറോട് പറയണ്ട, അങ്ങേർക്ക് പ്രഷർ കൂടും. വിജയ്, ടേക്ക് റെസ്റ്റ്. താൻ ഹരിയോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറ. വീട്ടിലും ചെന്നിട്ടില്ലെങ്കിൽ പിന്നെ ആ പയ്യൻ എവിടെ പോയി? അതാ ഞാനും ആലോചിക്കുന്നേ. ഒരു പിടിയും കിട്ടുന്നില്ല. അലനിയ, ഇനിയിപ്പോ ആ പയ്യന്റെ വീട്ടുകാരെങ്കിലും അന്വേഷിച്ച് വരുമോ? ഇല്ല, അവർക്ക് സംശയം തോന്നിയിട്ടില്ല. ഇവിടെ വച്ച് പലരും മരിച്ചിട്ടുണ്ടേ. കൊക്കയിൽ വീണും വന്യമൃഗങ്ങൾ പിടിച്ചും ചങ്ങാടം മുങ്ങിയും പാമ്പ് കടിച്ചും അങ്ങനെ പല രീതിയിൽ. പക്ഷെ അപ്പോഴൊക്കെ ശവം കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ മതി. അല്ല, നാളെയും കണ്ടിട്ടില്ലെങ്കിൽ പോലീസിലൊന്ന് അറിയിച്ചേക്കണം. ഗോപാൽ ഇറങ്ങുന്നില്ലേ? നമുക്ക് കൊട്ടാരം വരെ. പേടിയുണ്ടല്ലേ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. എന്നാ പിന്നെ വേഗം നടന്നാട്ടെ. ഇരുട്ടി വീണിന് മുമ്പേ കൊട്ടാരത്തിലെത്താം. അപ്പോൾ ഞാൻ പോട്ടെ. അക്കരെ ചെന്നിട്ട് പിന്നെ കുറേ നടക്കണം വീട്ടിലെത്താൻ.
അനു, നീ ഇവിടെ? ഞാൻ എത്ര വിഷമിച്ചെന്നറിയോ? നീ എന്തായി കാണിച്ചേ ഒറ്റയ്ക്ക് ഈ സമയത്ത്? പ്രൊഫസർ എങ്ങാനും അറിഞ്ഞാ? ഒന്നും പറയില്ല. അതിരിക്കട്ടെ, ഗോപനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? ഇല്ല, വീട്ടിലൊന്നും ചെന്നിട്ടില്ല. ആ, വേഗം നടക്കാം, പ്രൊഫസർ കാത്തിരിക്കുന്നുണ്ടാവും. ഏയ് അനൂപ്, കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്നേ. വല്ലപ്പോഴും ഒറ്റയ്ക്ക് കുറച്ച് സമയം കിട്ടൂ. ഹോ, ഇപ്പോഴെങ്കിലും ഇന്റിമേറ്റ് ആയിട്ടൊന്ന് പെരുമാറാൻ തോന്നിയല്ലോ. അനൂപ്, നമുക്ക് എവിടെയെങ്കിലും കുറച്ച് സമയം ഇരിക്കാം പ്ലീസ്. വാ. ടീച്ചർ, എനിക്ക് പേടിയാവുന്നു. അനൂപിന് എന്തെങ്കിലും സംഭവിച്ച. കുട്ടി വിഷമിക്കാതെ, അനൂപ് ഇപ്പോഴും എത്തും. ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ കരയാതെ. അയ്യോ അനൂപ് ചിലപ്പോ ഗോപനെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ, ലേറ്റ് ആയപ്പോ ഗോപന്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് രാവിലെ എത്താന്ന് കരുതി കാണും. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. ഇല്ല ടീച്ചർ, പ്ലീസ് ആരോടെങ്കിലും ഒന്ന് പോയി അന്വേഷിക്കാൻ പറ പ്ലീസ്. അനു, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക. ശ്രീദേവി എങ്കിലും പ്രൊഫസറോടൊന്ന് അന്വേഷിക്കാൻ പറ പ്ലീസ്. ടീച്ചർ പ്ലീസ്. കരയണ്ട, ഞാൻ സാറിനോട് സംസാരിക്കാം. അന്വേഷിക്കണ്ടെന്നല്ല, പക്ഷെ ഈ രാത്രിയില് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല സാർ. അനു ആകെ വിഷമത്തിലാ. എന്തു പറഞ്ഞിട്ട് അവക്ക് മനസ്സിലാവുന്നില്ല. ഈ രാത്രിയിൽ എവിടെ പോയി അന്വേഷിക്കാനാ? ആ, എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. മാലിനി ടീച്ചർ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ല്. കിട്ടുണ്ണി നിങ്ങളും കൂടി ഒന്ന് പോയി അന്വേഷിക്ക്. വളരെ ദൂരെയൊന്നും പോണ്ട. എന്തായാലും രാവിലെ പോലീസിൽ പരാതി കൊടുക്കണം. പാടില്ല. ഈ രാത്രി ആരും പുറത്തു പോകരുത്. പോകാൻ ഞാൻ സമ്മതിക്കില്ല. കിട്ടുണ്ണി, വാതിലോർക്ക് തുറക്കാൻ. ഇല്ല, അനൂപിനെ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. സണ്ണി, സണ്ണി എന്താ ഇത്? ഹരി, വിടാനെ ഇയാളെ മാറ്റിയിരുന്നുണ്ടോ? അല്ലെങ്കിൽ വാതിലെ ചോടി പിടിക്കും. സണ്ണി, നമ്മൾ പിന്നെ എന്താ ചെയ്യാ സർ? കിട്ടുണ്ണി, വാതിൽ തുറക്ക്. ആരെന്തു പറഞ്ഞാലും ഇന്ന് ഈ രാത്രിയിൽ ഞാൻ ഈ വാതിൽ തുറക്കില്ല. ആരെയും പുറത്തു പോകാനും സമ്മതിക്കില്ല. കിട്ടുണ്ണി, എന്താ ഇത്? ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം സാർ. ആ കുട്ടികൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്ത സ്ഥിതിക്ക് എന്റെ കുട്ടികൾക്ക് എന്താ സംഭവിച്ചത്? പറയാം, എല്ലാം പറയാം. ഇതിൻ്റെയൊക്കെ പിന്നിൽ അവളാ, നീലി. നീലിയോ? തീരാത്ത പകയാണ് അവൾക്ക് തൃപ്പങ്കോട് രാജവംശത്തോട്. പാലക്കുന്നിലെ പെരുമരത്തില് അവളെ ആവാഹിച്ച് തളച്ചിരുന്ന ആണിയ ഈ കുട്ടി എന്ന് പറിച്ചു കളഞ്ഞത്. ഇന്നവൾ സ്വതന്ത്രയാണ്. വാവെടുക്കുമ്പോൾ അവൾക്ക് ശക്തി കൂടും. അതുകൊണ്ടാ ഇന്ന് പോകണ്ടെന്ന് ഞാൻ നിർബന്ധിക്കുന്നത്. വടക്കേടത്ത് വലിയ നമ്പൂരി ജപിച്ചു കൊടുത്ത ഈ കണ്ടാഭരണം ഉള്ളത് കൊണ്ടാ ഹരിക്കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്.